നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന അശാന്തി അത് പുതിയൊരു യുദ്ധമുഖത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഇസ്രയേലിനെ പിന്തുണ നൽകുന്ന അമേരിക്കൻ നിലപാടുകൾക്ക് തിരിച്ചടിയായിക്കൊണ്ട് ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ US സൈനിക കേന്ദ്രങ്ങളെ വലിയ തോതിൽ ഇപ്പോൾ ബാധിച്ചതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 13ഓളം US താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ്റെ ഈ നീക്കങ്ങൾ. യുദ്ധം എപ്പോഴും വിനാശകരമായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് നൽകുന്നതെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ മേഖലയിലെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഇരുപക്ഷത്തിനും വലിയ ആൾനാശവും സാമ്പത്തിക നഷ്ടവും നേരിടേണ്ടി വന്നു. അമേരിക്കയുടെ സൈനിക തന്ത്രങ്ങൾ പശ്ചിമേഷ്യയിൽ പരാജയപ്പെടുകയാണോ എന്ന സംശയമുയർത്തുന്ന തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് വിവിധ താവളങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. കുവൈറ്റിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾക്കാണ് ഈ ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ ആഘാതം നേരിടേണ്ടി വന്നതെന്ന് പറയപ്പെടുന്നു. ഇറാനോട് ഭൂമിശാസ്ത്രപരമായി ചേർന്ന് കിടക്കുന്ന രാജ്യമായതിനാൽ കുവൈറ്റിലെ അലി അൽ സലേം എയർബേസ്, ക്യാമ്പ് ബ്യൂറിംഗ്, പോർട്ട് ഷുവൈബ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഇറാൻ്റെ മിസൈലുകൾ കൃത്യമായി പതിച്ചു. ഈ താവളങ്ങളിലെ വിമാനങ്ങളുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ, ഇന്ധന സംഭരണികൾ, വിന്യാസത്തിനാവശ്യമായിട്ടുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു. ഇത്തരം തകർച്ചകൾ അത് സൈന്യത്തിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ നിന്ന് US സൈന്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിനെക്കുറിച്ചും വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉയർത്തുകയാണ്. ആക്രമണങ്ങളുടെയൊക്കെ തന്നെ തീവ്രത കണക്കിലെടുത്തുകൊണ്ട് തങ്ങളുടെ സൈനികരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ അമേരിക്ക നിർബന്ധരായിരിക്കുകയാണ്. പല സൈനിക കേന്ദ്രങ്ങളും നിലവിൽ വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണെന്നും അതിനാൽ തന്നെ സൈനികരെ ഹോട്ടലുകളിലേക്കും അതുപോലെ താൽക്കാലിക ഓഫീസ് കെട്ടിടങ്ങളിലേക്കും മാറ്റുകയാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സുരക്ഷിതമായ താവളങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ സൈനികരെ മാറ്റുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയത്തിൻ്റെ സൂചനയായിട്ടാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. വിദൂരത്തിരുന്നുള്ള യുദ്ധതന്ത്രങ്ങളിലേക്ക് ഇത് US സൈന്യത്തെ നയിക്കുന്നുണ്ടെങ്കിലും ഇത് പ്രവർത്തനക്ഷമത കുറയ്ക്കുകയും സൈനികരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സൈനികരെ മാറ്റുന്നതിനായിട്ട് വരുന്ന ഭീമമായിട്ടുള്ള ചിലവും അമേരിക്കയ്ക്ക് പുതിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ഖത്തറിലും ബഹ്റൈനിലും സ്ഥിതി വ്യത്യസ്തമല്ല. US സെൻട്രൽ കമാൻഡിൻ്റെ പ്രാദേശിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ നടന്ന ആക്രമണത്തിൽ അവിടുത്തെ പ്രധാന മുന്നറിയിപ്പ് റഡാർ സംവിധാനത്തിന് പോലും തകരാർ സംഭവിച്ചു. ഇത് ആ മേഖലയിലെ US സൈന്യത്തിൻ്റെ നിരീക്ഷണശേഷിയെ ഗണ്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ബഹ്റൈനിലെ US ഷിഫ്ത് ഫ്ലീറ്റ് ആസ്ഥാനത്തെ ആശയവിനിമയ സംവിധാനങ്ങളും ഇറാൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ തകർക്കപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആശയവിനിമയവും നിരീക്ഷണവും തടസ്സപ്പെടുന്നത് ഒരു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖത്ത് നേരിടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിലെ ഇന്ധന ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ആക്രമണം അതുകൂടി കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയുടെ പ്രതിരോധ നിര അത് ശരിക്കും വിയർക്കുകയാണെന്ന് പറയാൻ സാധിക്കും. രാഷ്ട്രീയമായി നോക്കിയാൽ ഈ സൈനിക പരാജയങ്ങൾ അത് തീർച്ചയായിട്ടും അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യം വെല്ലുവിളിയാകും. പശ്ചിമേഷ്യയിലെ US ഇടപെടലുകൾ രാജ്യത്തിന് വലിയ സാമ്പത്തിക ഭാരവും അതുപോലെ തന്നെ സൈനിക നഷ്ടവുമാണ് വരുത്തിവെക്കുന്നത് എന്ന വികാരം അമേരിക്കൻ ജനതയ്ക്കിടയിൽ ശക്തമാണ്. ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും സ്വന്തം സൈനിക താവളങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്തത് അത് അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. സമാധാന ചർച്ചകളെക്കുറിച്ച് പറയുമ്പോഴും ആക്രമണങ്ങൾ തുടരുന്നത് വിരോധാഭാസമായിട്ട് പലരും കാണുന്നു. ഈ യുദ്ധ സാഹചര്യങ്ങൾ മേഖലയിലുള്ള മലയാളികളെയും മറ്റ് വിദേശികളെയും വലിയ തോതിൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ സുപ്രധാന കേന്ദ്രങ്ങൾ യുദ്ധഭീതിയിലാകുന്നത് തീർച്ചയായിട്ടും പ്രവാസികളുടെ ജോലിയുടെ സുരക്ഷയും അവരുടെ ജീവിതത്തെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇന്ധന വിതരണ മേഖലകളിലും മറ്റുമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തും പ്രതിഫലിക്കുന്നതാണ്. അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ അത് ലോകത്തിന് മൊത്തത്തിൽ ഒരു ആശങ്കാജനകമായിട്ടുള്ള അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. ചർച്ചകളിലൂടെ പരിഹാരം കാണുന്നതിന് പകരമായിട്ട് പ്രത്യാക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും മേഖലയെ വീണ്ടും ഒരു വൻ വിപത്തിലേക്കാണ് നയിക്കുന്നത്.